നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഷാജി കടക്കൽ. ഇന്ന് സെപ്റ്റംബർ 6 ശനി 2025. വാർത്തകളിലേക്ക്. ഇന്ത്യയും റഷ്യയും പരിഹസിച്ച് സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് പങ്കുവച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇന്ത്യയും റഷ്യയും നമ്മൾ കൂടുതൽ ഇരുണ്ട ചൈനയിലേക്ക് നഷ്ടപ്പെടുത്തിയെന്ന് തോന്നുന്നുവെന്നും അവർക്ക് ദീർഘവും സമൃദ്ധവുമായ ഒരു ഭാവി ഉണ്ടാകട്ടെ എന്നുമാണ് ട്രംപിൻ്റെ പരിഹാസം. ഇത് വാഷിംഗ്ടണും ന്യൂഡൽഹിയും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളായെന്ന സൂചനയാണ് നൽകുന്നതെന്നും ട്രംപ് പറഞ്ഞു. ചൈനയിലെ ഡിയാജിനിൽ നടന്ന ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിയിൽ 3 രാജ്യങ്ങളുടെയും നേതാക്കൾ ഒരുമിച്ച് നിൽക്കുന്ന ചിത്രം പങ്കുവച്ചാണ് ട്രംപിൻ്റെ ഈ പ്രതികരണം. വ്യാപാര കരാറിൻ്റെ ചർച്ചയ്ക്ക് ഇന്ത്യ ക്ഷമ ചോദിച്ച് മടങ്ങിയെത്തുമെന്ന് US വാണിജ്യ സെക്രട്ടറി ഹോവാർഡ് ലുട്നിക്. വാഷിംഗ്ടൺ എപ്പോഴും ചർച്ചകൾക്ക് തയ്യാറാണെന്നും റഷ്യ എണ്ണയുടെ വാങ്ങൽ വർദ്ധിപ്പിച്ചത് ഇന്ത്യ ചെയ്ത തെറ്റാണെന്നും 1-2 മാസത്തിനുള്ളിൽ ഇന്ത്യക്ക് ചർച്ചയ്ക്ക് എത്തുമെന്നും ക്ഷമ ചോദിക്കുമെന്നും ഡൊണാൾഡ് ട്രംപുമായി ഒരു കരാറുണ്ടാക്കാൻ ശ്രമിക്കുമെന്നും ലുട്നിക് പറഞ്ഞു. നരേന്ദ്രമോദിയുമായി എങ്ങനെ ഇടപെടണം എന്നതിനെക്കുറിച്ചുള്ള തീരുമാനം ട്രംപിൻ്റേതായിരിക്കുമെന്നും ആ ചുമതല ഞങ്ങൾ അദ്ദേഹത്തിന് വിട്ടുകൊടുക്കുന്നുവെന്നും അതുകൊണ്ടാണ് അദ്ദേഹം പ്രസിഡന്റായെന്നും ലുട്നിക് പറഞ്ഞു. US ചുമത്തിയ ഉയർന്ന തീരുവ മൂലം പ്രതിസന്ധിയിലായ കയറ്റുമതിക്കാരെ സംരക്ഷിക്കാൻ പ്രത്യേക ആശ്വാസ പാക്കേജ് ഉടൻ കൊണ്ടുവരുമെന്നും ധനമന്ത്രി നിർമ്മല സീതാരാമൻ. സാഹചര്യം ഉടൻ മാറുമെന്നും പറഞ്ഞ ധനമന്ത്രി കയറ്റുമതിക്കാരെ ഉപേക്ഷിക്കാൻ കഴിയില്ലെന്നും സർക്കാർ അവർക്കൊപ്പം നിൽക്കുമെന്നും പറഞ്ഞു. ഓഗസ്റ്റ് 27 മുതൽ US ഏർപ്പെടുത്തിയ 50% താരിഫുകൾ ബാധിച്ച വ്യവസായങ്ങൾക്ക് വേണ്ടിയാണ് പാക്കേജ് എന്നും നിർമ്മല സീതാരാമൻ വ്യക്തമാക്കി. US തീരുവ 50% ഉയർത്തിയത് ഇന്ത്യയിൽ നിന്നുള്ള തുണിത്തരങ്ങൾ, ചെമ്മീൻ, തുകൽ, രത്നാഭരണങ്ങൾ തുടങ്ങിയവയുടെ കയറ്റുമതിയെ ബാധിച്ചിരുന്നു. യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് VS സുജിത്തിനെ മറിച്ച് 4 ഉദ്യോഗസ്ഥരും കാക്കി ധരിച്ച് വീടിന് പുറത്തിറങ്ങില്ലെന്ന് നടപടിയെടുത്തില്ലെങ്കിൽ കേരളം ഇന്നേവരെ കണ്ടില്ലാത്ത സമരം കോൺഗ്രസ് നടത്തുമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ വെച്ച് ക്രൂരമർദ്ദനേരിയായ VS സുജിത്തിനെ സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു VD സതീശൻ. മുന്നോട്ടുള്ള പോരാട്ടങ്ങൾക്ക് പാർട്ടിയും താനും ഒപ്പമുണ്ടാവുമെന്നും ഉറപ്പു സതീശൻ സുജിത്തിന് നൽകി. തിരുവോണ ദിവസം കൊലച്ചോർ സമരവുമായി യൂത്ത് കോൺഗ്രസ്. തൃശൂർ DIG ഓഫീസിന് മുമ്പിലാണ് യൂത്ത് കോൺഗ്രസിൻ്റെ കൊലച്ചോർ സമരം നടക്കുന്നത്. കുന്നംകുളത്തെ കസ്റ്റഡി മർദ്ദത്തിൽ പ്രതിഷേധിച്ചാണ് പ്രതീകാത്മക സമരം. മർദ്ദിച്ച പോലീസുകാരുടെ മുഖംമൂടി ധരിച്ച് പോലീസ് വേഷം ധരിച്ചാണ് വേറിട്ട സമരവുമായി പ്രവർത്തകർ എത്തിയത്. സമരക്കാർ DIG ഓഫീസിലേക്ക് മുമ്പിലെ ബാരിക്കേഡിന് സമീപം ഇലയിട്ട് പ്രതിഷേധവും നടത്തി. 2021 ഏപ്രിൽ 5 കോൺഗ്രസ് പ്രവർത്തകന് കസ്റ്റഡിയിൽ മർദ്ദനം നേരിട്ടത്. തൃശൂർ കുന്നംകുളത്ത് യൂത്ത് കോൺഗ്രസ് നേതാവിനെ പോലീസുകാർ മർദ്ദിച്ച സംഭവത്തിൽ പ്രതികരണമായി DGP റവാഡ ചന്ദ്രശേഖർ. കസ്റ്റഡി മർദ്ദനം ഒരു കാരണവശാലും അനുവദിക്കില്ലെന്നും സംഭവത്തിൽ കടുത്ത നടപടി ഉണ്ടാകുമെന്നും ദൃശ്യങ്ങൾ പുറത്തുവന്ന സാഹചര്യത്തിൽ കർശന പരിശോധന നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രവാചക സ്മരണ പുതുക്കി മുസ്ലിം സഹോദരൻ നബിദിനം ആഘോഷിച്ചു. സംസ്ഥാനമെങ്ങും പള്ളികളിൽ അന്നദാനവും ആഘോഷവും മദ്രസ വിദ്യാർത്ഥികളുടെ ഘോഷയാത്രവും കലാപരിപാടികളും നടന്നു. നവോത്ഥാനത്തിൻ്റെ വെളിച്ചം പകർന്ന പ്രവാചകൻ്റെ 1500-ാം ജന്മവാർഷിക ദിനത്തിൽ പ്രത്യേക കാമ്പയിനുകൾ തുടങ്ങാൻ സുന്നി മഹല്ല് ഫെഡറേഷൻ, കേരള മുസ്ലിം ജമാഅത്തും തീരുമാനിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ഓണക്കാല മദ്യവിൽപ്പനയിൽ റെക്കോർഡ് നേട്ടം. ഉത്രാടം വരെയുള്ള 10 ദിവസത്തെ മദ്യവിൽപ്പനയിലാണ് കഴിഞ്ഞ വർഷത്തേക്കാൾ വർധനയുണ്ടായത്. 826 കോടി രൂപയുടെ വിൽപ്പനയാണ് ഓണനാളുകൾ നടന്നത്. കഴിഞ്ഞ വർഷം ഇതേസമയം 776 കോടിയുടെ മദ്യമാണ് വിറ്റത്. ഉത്രാടം ദിനത്തിൽ മാത്രം 137 കോടി രൂപയുടെ മദ്യം വിറ്റു. 6 ഷോപ്പുകളിൽ 1 കോടിക്ക് മുകളിലാണ് വിൽപ്പന. തിരുവോണ ദിനം തിരുവനന്തപുരം അമ്മത്തൊട്ടിൽ പുതിയ അംഗമെത്തി. 4 ദിവസം പ്രായമുള്ള പെൺകുഞ്ഞിനെയാണ് കിട്ടിയത്. കുഞ്ഞിന് തുമ്പ എന്ന് പേരിട്ടു. കുഞ്ഞ് നിലവിൽ ആയമാരുടെ പരിചരണത്തിലാണ്. ഈ വർഷം തിരുവനന്തപുരം അമ്മത്തൊട്ടിൽ കിട്ടുന്ന 10ാമത്തെ കുഞ്ഞാണ് തുമ്പ. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പദവിയിലേക്ക് തന്നെ പരിഗണിക്കുന്നതെന്നറിഞ്ഞാൽ സന്തോഷമുണ്ടെന്ന് ഓസ്കർ ജേതാവായ സൗണ്ട് ഡിസൈനർ റസൂൽ പൂക്കുട്ടി. തന്നോടും ഔദ്യോഗികമായി ആരും പദവിയെക്കുറിച്ച് ഇതുവരെ ആവശ്യപ്പെട്ടില്ലെന്നും റസൂൽ പൂക്കുട്ടി പറഞ്ഞു. ഭാരിച്ച ഉത്തരവാദിത്തമുള്ള പദവിയാണെന്നും തൻ്റെ കരങ്ങൾ അതിന് യുക്തമാണെന്നും സർക്കാർ വിശ്വസിക്കുന്നുവെങ്കിൽ അതിന് നന്ദിയുണ്ടെന്നും റസൂൽ പൂക്കുട്ടി പറഞ്ഞു. പാലക്കാട് പുതുനഗരത്ത് സ്ഫോടനം നടന്നത് SDPI സ്വാധീന മേഖലയിലാണെന്നും SDPI വിജയിച്ച വാറിനോട് ചേർന്നാണ് സ്ഫോടനം നടന്നതെന്നും BJP നേതാവ് C കൃഷ്ണകുമാർ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ലൈംഗിക ആരോപണ കേസിൽ തെളിവ് ശേഖരണത്തിൽ ക്രൈംബ്രാഞ്ച് സംഘം ബാംഗ്ലൂരിലേക്ക് നിർബന്ധിച്ച് ഗർഭിച്ചു നടത്തിയെന്ന കേസിലാണ് തെളിവെടുപ്പ് നടത്തുന്നത്. യുവതി ചികിത്സ തേടിയ ബാംഗ്ലൂരിലെ ആശുപത്രിയിൽ എത്തും. ആശുപത്രിയിൽ തിരിച്ചറിഞ്ഞുവെന്ന് ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കി. ബാലരാമപുരം മേഖലയിൽ 3 സർക്കാർ സ്ഥാപനങ്ങളിൽ മോഷണം. വില്ലേജ് ഓഫീസ്, ആയുർവേദ ആശുപത്രി, കൃഷിഭവൻ്റെ കീഴിലുള്ള ചെടി നഴ്സറി എന്നിവിടങ്ങളിലാണ് ബുധനാഴ്ച രാത്രി മോഷണം നടന്നത്. പാലക്കാട് ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർക്കും സുരക്ഷാ ജീവനക്കാർക്ക് നേരത്തെ കയ്യേറ്റം. ചുനങ്ങാട് സ്വദേശി ഗോപകുമാറാണ് ഡോക്ടറെ കൈയേറ്റം ചെയ്ത് വ്യാഴാഴ്ച രാത്രി 10:30ഓടെയാണ് സംഭവം. കാഷ്വലിറ്റിയിലുണ്ടായിരുന്ന ഡോക്ടർ ഉമ്മർ, സുരക്ഷാ ജീവനക്കാരൻ ജ്യോതിഷ് എന്നിവർക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത്. ഗോമാന്റെ ഭാര്യ പടിയിൽ നിന്ന് വീണ് ചികിത്സയ്ക്ക് വേണ്ടി എത്തിയപ്പോഴാണ് സംഭവം. തിരുവോണ നാളിൽ പ്രധാനമന്ത്രി മോദിയെ BDJS അധ്യക്ഷൻ NDA കേരള കൺവീനറുമായ തുഷാർ വെള്ളപ്പള്ളി കുടുംബസമേതം സന്ദർശിച്ചു. ഭാര്യ ആശാ തുഷാർ, മകൻ ദേവ് തുഷാർ എന്നിവർക്കൊപ്പമാണ് തുഷാർ വെള്ളപ്പള്ളിയെ
പ്രധാനമന്ത്രി മോദിയെ കണ്ടത്. ഇന്നലെ വൈകിട്ട് 4 മണിയോടെ ദില്ലിയിൽ പ്രധാനമന്ത്രിയുടെ ബസ്സിലെത്തിയ തുഷാർ വെള്ളാപ്പള്ളിയും കുടുംബവും പ്രധാനമന്ത്രിക്ക് ഓണസമ്മാനങ്ങൾ നൽകി. GST പരിഷ്കരണത്തിൻ്റെ ഗുണം ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുമെന്ന് ഉറപ്പ് നൽകുന്നതായി വ്യവസായികളുടെ സംഘടനയായ CII ഉൽപ്പന്നങ്ങൾക്കും സേവനങ്ങൾക്കും നികുതി കുറിച്ചതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നന്ദി അറിയിച്ചുകൊണ്ട് ദിനപത്രങ്ങൾ കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യ ഇൻഡസ്ട്രി നൽകിയ പരസ്യത്തിലാണ് ഈ പ്രതിജ്ഞ എടുത്തതായി അറിയിച്ചത്. കേരളത്തിലെയും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം വേണമെന്ന് സുപ്രീം കോടതിയിൽ ഹർജി. മലയാളി യുവാക്കൾ അടക്കം രാജ്യാന്തര ലഹരിക്കട സംഘത്തിലെ 6 പേർ ദില്ലി പോലീസിൻ്റെ പിടിയിലായി. ദില്ലിയിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നുമായാണ് പ്രതികളെ പിടികൂടി. ഇവരിൽ 21 കോടി രൂപ വില വരുന്ന 7 കിലോ മെറ്റഫോമിനാണ് പിടികൂടിയത്. മലയാളികളായ AM സുഹൈൽ, KS സുജൻ, നൈജീരിയൻ പൗരന്മാർ, ബംഗളൂരു സ്വദേശികളായ ദമ്പതികൾ എന്നിവരെയാണ് ദില്ലി പോലീസ് പിടികൂടിയത്. ധർമ്മസ്ഥല വ്യാജ വെളിപ്പെടുത്തൽ കേസുമായി ബന്ധപ്പെട്ട് ലോറി ഉടമയും യൂട്യൂബറുമായ മനാഫിന് നോട്ടീസ്. ഇന്നലെ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാണ് SIT അറിയിച്ചിരിക്കുന്നത്. ധർമ്മസ്ഥലയിൽ ബലാത്സംഗം ചെയ്ത് കൊല്ലപ്പെട്ട സ്ത്രീകളുടെ നിരവധി മൃതദേഹങ്ങൾ കുഴിച്ചിട്ടുണ്ടെന്ന് മനാഫ് വീഡിയോയിലൂടെ അവകാശപ്പെട്ടിരുന്നു. റിലയൻസ് കമ്മ്യൂണിക്കേഷൻ ലിമിറ്റഡ് മാർക്കോ ഡയറക്ടറുമായ അനിൽ അംബാനിയുടെയും ലോൺ അക്കൗണ്ടുകൾ വഞ്ചന അഥവാ ഫ്രോഡ് വിഭാഗത്തിൽ ഉൾപ്പെടുത്തി ബാങ്ക് ഓഫ് ബറോഡ. റിലയൻസ് കമ്മ്യൂണിക്കേഷൻ ലിമിറ്റഡ് പാപ്പരത്ത നടപടിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എടുത്തിട്ടുള്ള ലോണുകളാണ് ഇത്തരത്തിൽ വഞ്ചനാ ഗണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അജിത് കുമാർ നായകനായെത്തിയ ഗുഡ് ബാഡ് അഗ്നി എന്ന സിനിമയ്ക്കെതിരെ ഹർജി. തൻ്റെ ഗാനങ്ങൾ അനുമതിയില്ല സിനിമയിൽ ഉപയോഗിച്ചുവെന്നും ഇത് പകർപ്പവകാശ നിയമ ലംഘനമാണെന്നും ഇളയരാജ ഹർജിയിൽ പറയുന്നു. 5 കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്നാണ് ആവശ്യം. DMKയിൽ നിന്ന് ഐക്യത്തിന് ആഹ്വാനം ചെയ്തുള്ള മുതിർന്ന നേതാവ് സെങ്കോട്ടയ്യൻ്റെ പ്രസ്താവന പൊട്ടിത്തെറിയിലേക്ക് നീങ്ങുന്നു. സെങ്കോട്ടയ്യൻ്റെ പ്രസ്താവന പ്രവർത്തകരുടെ വികാരമെന്ന് പ്രതികരിച്ച് ശശികല രംഗത്തെത്തി. രാജ്യത്തെ സ്കൂളുകളിലും കോളേജുകളിലും റോഡ് സുരക്ഷാ പാഠങ്ങൾ പ്രാദേശിക ഭാഷകളിൽ പഠിപ്പിക്കുമെന്ന് കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി. മുംബൈയിൽ സ്ഫോടനം നടത്തുമെന്ന് 400 കിലോഗ്രാം RDXുമായി 36 മനുഷ്യബോംബുകൾ സജ്ജമാണെന്നുള്ള വാട്സാപ്പ് ഭീഷണി സന്ദേശം തുടർന്ന് പോലീസ് അന്വേഷണം ആരംഭിച്ചു. മുംബൈ ട്രാഫിക് പോലീസിൻ്റെ വാട്സാപ്പ് നമ്പറിലേക്കാണ് ഇന്നലെ സന്ദേശം എത്തിയത്. 34 വാഹനങ്ങളായി എത്തുന്ന ചാവറുകൾ 1 കോടി പേരെ കൊല്ലുമെന്നും മുംബൈ നടുങ്ങുമെന്നും 4 പാകിസ്ഥാനി ഭീകർ രാജ്യത്തെ കടന്നതായും ലഷ്കർ ജിഹാദി എന്ന സംഘടനയുടെ പേരിലെത്തിയ ഭീഷണി സന്ദേശത്തിൽ പറയുന്നതായി പോലീസ് അറിയിച്ചു. സന്ദേശത്തിന് ഉറവിടത്തിനായി മുംബൈ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ബീഹാറിനെ BDയോട് ഉപമിച്ച കോൺഗ്രസ് കേരള ഘടകത്തിന് സാമൂഹ്യ മാധ്യമ പോസ്റ്റിനെതിരെ RJD അധ്യക്ഷൻ തേജസ്വി യാദവ്. ബോളിവുഡ് നടി ശിൽപ ഷെട്ടിക്കും ഭർത്താവ് രാജീവ് കുന്ദ്രയ്ക്കുമെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ച് മുംബൈ പോലീസ്. മഹാരാഷ്ട്രയിലെ സോളാപൂരിലെ അനധികൃത ഖനനം നടത്തിയ മലയാളി IPS ഉദ്യോഗസ്ഥയെ ഉടൻ തന്നെ നടപടികൾ നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് ഫോണിലൂടെ ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ വിശദീകരണമായി മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാർ. സ്ഥിതിഗതികൾ ശാന്തമാക്കാനും കൂടുതൽ വഷളാതിരിക്കാനുമാണ് താൻ ശ്രമിച്ചെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. അധ്യാപക ദിനത്തിൽ ന്യൂഡൽഹിയിൽ നടന്ന ചടങ്ങിൽ രാജ്യത്തെ മികച്ച അധ്യാപകർക്കുള്ള ദേശീയ പുരസ്കാരങ്ങൾ സമ്മാനിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഒരു വ്യക്തിയുടെ അന്തസ്സിനും സുരക്ഷയ്ക്കും ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം എന്നതുപോലെ വിദ്യാഭ്യാസവും അനിവാര്യമാണെന്ന് സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് രാഷ്ട്രപതി പറഞ്ഞു. ഒരു അധ്യാപക എന്ന നിലയിലുള്ള സ്വന്തം പ്രവർത്തനകാലത്തെ അനുസ്മരിച്ച രാഷ്ട്രപതി അത് ജീവിതത്തിലെ വളരെ അർത്ഥവത്തായ ഒരു കാലഘട്ടമാണെന്നും വിശേഷിപ്പിച്ചു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഇരട്ടി തിരിവ ഇന്ത്യയുടെ വളർച്ച ബാധിക്കുമെന്ന് മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് V. അനന്ത നാഗേശ്വരൻ. ട്രംപിൻ്റെ ഉപദേശകനായ പീറ്റർ നബാരോ നടത്തിയ പരാമർശങ്ങൾക്കെതിരെ ഇന്ത്യ റഷ്യയിൽ നിന്നുള്ള ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതിയെ വിമർശിക്കുക ഇന്ത്യയുടെ ചെലവിൽ ബ്രാഹ്മണർ ലാഭം കൊയ്യുകയാണെന്നും നവോരോ നടത്തിയ പ്രസ്താവന തെറ്റാണെന്നും തെറ്റിദ്ധാരണ പരത്തുന്നതാണെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.